തൊണ്ണൂറുകളുടെ ആദ്യം ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റത്തിനുള്ള രഥയാത്ര അദ്വാനി നടത്തുമ്പോൾ പ്രധാന മുദ്രാവാക്യം രാമക്ഷേത്രവും കശ്മീരും ഏകീകൃത സിവിൽ കോഡും. ഒന്നാം മോദി സർക്കാരിന്റെ കാലാവധി തീരും മുൻപ് അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ കോടതി അനുമതി നൽകി. അതുകൂടി വോട്ടായി മാറിയപ്പോൾ കൂടുതൽ കരുത്തോടെ മോദി രണ്ടാമതും വന്നു. അധികം വൈകാതെ കശ്മീരിൽ കൂടുതൽ പട്ടാളക്കാർ ഇറങ്ങി. സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലേക്കും പിന്നീട് ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു മാറ്റുന്നതിനും രാജ്യം സാക്ഷ്യം വഹിച്ചു. ആ നടപടിക്ക് ഇന്ന് സുപ്രീം കോടതി കൂടി അംഗീകാരം നൽകിയതോടെ BJPയുടെ 2 സുപ്രധാന രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധ്യമായി. ശ്യാമപ്രസാദ് മുഖർജിക്കുള്ള ആദരവ് കൂടിയാകുന്നു BJPക്ക് ഈ വിജയം. ഇനി ബാക്കിയുള്ളത് ഏകീകൃത സിവിൽ കോഡ്. ആദിവാസികൾ ഉൾപ്പെടെ രാജ്യത്തെ വലിയ വിഭാഗം എതിർക്കുന്ന ലക്ഷ്യത്തിലേക്ക് BJP അതിവേഗത്തിൽ സഞ്ചരിക്കുമോ എന്നതാണ് ഇനിയത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച പരിശോധനകൾ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് തുടങ്ങി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നടത്തുന്നു. കേന്ദ്ര സർക്കാർ തന്നെ ദേശീയ നിയമ കമ്മീഷൻ വഴി ചില പരിശോധനകൾ നടത്തുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന വാഗ്ദാനം ഒന്നാമതായി സ്ഥാനം പിടിക്കുന്നു. മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ആദ്യ നടപടികളിലൊന്ന് ഏകീകൃത സിവിൽ കോഡായിരിക്കും എന്ന് വ്യക്തം. മതേതര ഇന്ത്യയെ പേടിപ്പിച്ച ഒരു മുദ്രാവാക്യം അപ്പോഴും ഉയർന്നു നിൽക്കുന്നുണ്ട്. കാശി മധുര ബാക്കി ഹേ. ആ 2 കേസുകൾ കീഴ്ക്കോടതികളിലുണ്ട്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.